ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു വ്ളോഗും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. വേറെ കാര്യമായിട്ട് ടൂറ് പോവുകയൊന്നും ചെയ്തിട്ടില്ല. നാട്ടിൽ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ആയിട്ട് പോയി. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ ചെറിയൊരു 2 ഡേ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ട്രിവാൻഡ്രത്തേക്ക് വരാൻ ഇവിടെ എൻ്റെ 2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരെയും കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പൊതുവേ ട്രിവാൻഡ്രം നമ്മൾ നാട്ടിലാവുമ്പോൾ ഇടയ്ക്കൊക്കെ വരാറുള്ള സ്ഥലമാണ്, കാരണം നമുക്ക് ഇഷ്ടമാണ് ഇവിടെ വരാനും ഒക്കെ. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ ഇവിടെ പഠിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യം പോണ്ടിച്ചേരി പോകാമെന്ന് വിചാരിച്ചു, അത് ക്യാൻസലായി. അപ്പം അതിന് പകരം നമ്മളിപ്പോൾ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൊറൈസൺ എന്ന് പറഞ്ഞ തമ്പാനൂർ ഒരു ഹോട്ടലിലാണ് നിൽക്കണേ. നല്ല രസമുണ്ട് റൂം. വന്നപ്പോൾ ഇത്ര നല്ലതായിരിക്കും എന്ന് വിചാരിച്ചില്ല, നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ട്രാവല്. ഇപ്പോൾ ഒരു ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ഒരു ഏകദേശം 6 മണിയാവുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കാണും, അമൃതേനെയും ആഷികേനെയും. അപ്പോൾ ലുലുവിൽ പോകാനാണ്, ലുലുവിന് മീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിന് മുന്നേ എൻ്റെ റൂമൊന്ന് കാണിച്ചു തരാം. ഞാൻ കാര്യമായിട്ട് സംസാരിച്ചിട്ട് വ്ളോഗ് എടുക്കൽ കുറവായിരിക്കും, വോയിസ് ഓവർ ചെയ്യാനാണ് ഈ ഒരു വ്ളോഗിൽ എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നാളെയും ഫുൾ ഡേ ഇവിടെ തന്നെ ഉണ്ട്, ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. മറ്റന്നാൾ തിരിച്ചു പോകും. അപ്പോൾ എന്തായാലും 2 ഡേയ്സ് ഉണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഞാൻ ആദ്യം നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ പോലെയൊക്കെ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആട്ടോ പുറത്തേക്ക്. എനിക്ക് കുറച്ച് ക്യാമറയിൽ ഇത്തിരി മങ്ങിയിട്ടാണ് കാണുന്നത്, പക്ഷെ നല്ല വ്യൂ ആണ്. ഇതൊരു ടെമ്പിൾ എന്തോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡ്, മെയിൻ ജംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടറുണ്ട്, ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഈ ഒരു ഏരിയ. പിന്നെ ഇങ്ങോട്ടേക്കാണ് ബെഡ്റൂം ഉള്ളത്. ഒരു എക്സ്ട്രാ ബെഡൊക്കെ തന്നിട്ടുണ്ട്, 3 ബെഡുണ്ട്, എക്സ്ട്രാ ബെഡ് തന്നു. പിന്നെ ഇവിടുന്നും പുറത്തേക്ക് റോഡ് സൈഡ് വ്യൂ തന്നെയാണ്. കൊള്ളാം, എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല റൂമാണ്. ഞാൻ ആദ്യം നോക്കുക ബാത്റൂം എങ്ങനെയാണെന്നാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും കൊള്ളാം. ട്രിവാൻഡ്രം വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറ് ആര്യനിവാസിനാണ്. ഇപ്പം വൈകുന്നേരം ഒരു 4:30-5 മണിയായി. ഇപ്പം നമ്മൾ സാമ്പാർ വടയൊക്കെ കഴിച്ചു. അപ്പം ഞാൻ ഒരാളെ കാണിച്ചു തരാം. വരൂ. ആൾക്ക് വീഡിയോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ചിരി വരും എന്നാണ് പേടി. അപ്പൊ ചിരിയൊക്കെ മാറിയോ? അപ്പൊ ഇതാണ് അമൃത, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കോളേജിലത്തെ. അപ്പൊ അമൃത ഇവിടെ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അമൃതേനെ കാണാം. അമൃതയുണ്ട്, ആഷികയുണ്ട്. അപ്പോൾ ആഷിക കുറച്ച് കഴിഞ്ഞാൽ വരും, ഇൻഫോസിസിൽ വർക്ക് ചെയ്യും. അപ്പോൾ മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. PM ഫ്രീ ആയി. PM-നും ക്ലാസ് ഉണ്ടായിരുന്നു, ഇവിടെ പഠിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടു. ഇനിയിപ്പോൾ കുറച്ച് നേരം ആഷികയും വരും. ഞങ്ങളിപ്പോൾ ലുലുവിലാണ്, ട്രിവാൻഡ്രം ലുലുവിലാണ്. എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും സ്വീറ്റസ്റ്റ് പേഴ്സൺ ആണ് PM. ഭയങ്കര പാവമാണ്. 2 ദിവസം കൂടുമ്പം സപ്പോസ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ വിട്ടാൽ ആള് ഓർത്ത് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജൊക്കെ അയക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് ഓരോ കടകൾ കൂടെ ഒക്കെ ഒന്ന് കയറൂല്ലേ, വെറുതെ നടന്നപ്പോൾ ഓരോന്ന് കാണുകയാണ്. PM-ന് എന്താ പറയാനുള്ളത്? കുറെ കാലം കഴിഞ്ഞ് 1.5 കൊല്ലം ഞാൻ പോണതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ജനി ആഷികയും തൃശ്ശൂർ ശോഭ സിറ്റിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇവര് PM-ഉം ആഷികയൊക്കെ ട്രിവാൻഡ്രത്താണ്, പക്ഷെ അവരും മീറ്റ് ചെയ്തിട്ടില്ല. 2 സ്ഥലത്തായതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ മീറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അവരും ഇപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് അവരും മീറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ എന്തായാലും സന്തോഷം. അഞ്ജനേനെയും കൂടെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അഞ്ജന ഇവിടെ ഇല്ലല്ലോ.
എന്തായാലും ഞാൻ നടക്കുകയാണ്. അപ്പൊ ഞാൻ ആഷിക്കും കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കണം എന്തെങ്കിലും. വിശക്കുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ അത് ആഷിക വന്നിട്ടുണ്ട്. എന്താ പറയാ, ഞങ്ങൾ ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി എന്താണ് പറയേണ്ടതെന്ന് അറിയാനില്ല. നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് PM കാര്യത്തിൽ. ആക്ച്വലി ക്യാമറ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മൾ കാണട്ടെ, ജസ്റ്റ് പോയി മീറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങട്ടെ. PM പോലെ തന്നെ എൻ്റെ മറ്റൊരു വലിയ ക്ലോസ് ഫ്രണ്ട് തന്നെയാണ് ആഷികയും. ഞാനും ആഷികയും ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ ഒരുമിച്ച് ഒരേ ബെഞ്ചിലായിരുന്നു ഇരുന്നത്. ഞങ്ങൾ വർത്താനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയില്ല, ഒരുപാട് സംസാരിക്കണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചു പോവാണ്. രണ്ടുപേരും തിരിച്ചു പോവാണ്. ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇനി എന്നാ നമ്മൾ കാണുക? അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. എന്തായാലും നല്ല ദിവസമായിരുന്നു. അതെ, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ കാണാം. അപ്പൊ ശരി, ടാറ്റാ, ബൈ. ഡേ 2 നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പോൾ പല ഐറ്റംസ് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് വീണ്ടും ലുലു മോളിലേക്ക് തിരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇന്നലെ ലുലുവിൽ പോയതല്ലേ, അപ്പം ഇന്ന് എന്തിനാ വീണ്ടും പോണേന്ന്. ഇന്ന് പോകുന്നതിന് വേറൊരു റീസൺ ഉണ്ട്. എന്താ വെച്ചാൽ ഞാനിനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ UK പോകും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അന്നേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ വിചാരിച്ചു അവിടെ UK പോയി ഇനി അധികം ടൈമില്ല, 1 വീക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഇൻ കേസ് കിട്ടിയില്ലെങ്കിലോ, ഇപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം വന്നതല്ലേ, ഇവിടെ ലുലുവിലൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും ഡ്രസ്സ് കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ലുലു മൊത്തം നമ്മൾ നോക്കി. പക്ഷെ എനിക്ക് പറ്റിയൊരു ഡ്രസ്സ് കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഈ കുട്ടി ബുദ്ധനെയും മേടിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ. കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറോളം നമ്മൾ ലുലുവിൽ സ്പെൻഡ് ചെയ്തു. അവിടെ സെയിൽ നടക്കുകയായിരുന്നു, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ബുദ്ധനെയും മേടിച്ചുകൊണ്ട് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തമ്പാനൂരിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് ട്രെയിനിലാണ് വന്നിരുന്നത് ട്രിവാൻഡ്രം വരുമ്പോൾ. അപ്പോൾ എപ്പോഴും ഇതേ ഇവിടെ ഇറങ്ങും. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിവേസ് നമ്മളിപ്പോൾ പോണത് കരാൾക്കടയിലേക്കാണ്. അപ്പം അച്ഛന് മുണ്ട് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 കടകളുണ്ട് ഇപ്പോൾ കരാൾക്കട. അപ്പോൾ 2 സ്ഥലത്തും മാറിയൊക്കെ നോക്കി. എന്നിട്ട് അച്ഛന് അവസാനം പറ്റിയ 1-2 മുണ്ട് കിട്ടി. പിന്നെ നമ്മൾ നേരെ പഴവങ്ങാടി അമ്പലത്തിൻ്റെ ബാക്കിലുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ മഹാബോളി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് നല്ല ഉഗ്രൻ ബോളി മേടിച്ചു. വെൻ ഇൻ ട്രിവാൻഡ്രം നെവർ മിസ് ബോളി എന്ന് പറയില്ലേ, എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ബോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളൊരു പാക്കറ്റ് ബോളിയൊക്കെ മേടിച്ചു. വെരി യമ്മി. ഞാൻ ഇതും ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സാധനമായിരുന്നു, വന്നു കഴിഞ്ഞാൽ കഴിക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും സാറ്റിസ്ഫൈഡ് ആയി. ഒരു പാക്കറ്റ് ഫുള്ള് മേടിച്ചു, നല്ലോണം കഴിച്ചു കേട്ടോ. ഉഗ്രൻ സാധനം. പായസത്തിൻ്റെ കൂടെയാണ് ശരിക്കും ഇത് കഴിക്കേണ്ടത്, പക്ഷെ എനിക്കിത് അല്ലാണ്ട് ഇഷ്ടമാണ്. ബോളിയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടി ആര്യനിവാസിൽ വന്നു. ഡിന്നർ കഴിച്ചു. ദാറ്റ്സ് ഓൾ. സെക്കൻഡ് ഡേ കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയെങ്കിൽ ഇന്ന് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ഒരു 7 മണിയാകുമ്പോൾ തന്നെ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, എല്ലാം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു 7:30-8 മണിക്ക് മുമ്പായിട്ട് തിരിച്ചു കേട്ടോ. അപ്പം ഇനിയൊരു വലിയ ലോങ് ജേണിയാണ്. അപ്പം എന്തായാലും ട്രിവാൻഡ്രം 2 ദിവസം നല്ല ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെയും പേരൻസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും ട്രിവാൻഡ്രം വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ ട്രിവാൻഡ്രം, ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.